ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നമുക്ക് സ്കൂളൊക്കെ വെക്കേഷൻ ആയല്ലോ, അപ്പോൾ ഇനി കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല നിൽക്കാനുള്ളൊരു ഉദ്ദേശം, പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ എന്ത് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ഫസ്റ്റത്തെ കിച്ചണാണ് ഞങ്ങളുടെ, അത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടു. ഫസ്റ്റിൽ ഈ കിച്ചണിലായിരുന്നു കേട്ടോ സ്റ്റൗവും കാര്യങ്ങളും ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ സിങ്കും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ രണ്ടടുക്കളയിൽ ഫുള്ള് പാത്രങ്ങൾ പരക്കലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ ഒന്ന് റിനോവേഷൻ ചെയ്തതാണ്. കിച്ചണിൽ ടൈലും പിന്നെ അതേപോലെ കബോർഡ് വർക്ക് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്ന് എന്താ പുതുക്കി പണിതതാണ് കേട്ടോ. വേറെ മോഡലും കാര്യങ്ങളൊക്കെ ആക്കിയതാണ്, എല്ലാം കംപ്ലീറ്റ്ലി പുതുക്കി പണിതതാണ് കേട്ടോ. സ്റ്റൗ അടക്കം ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഇത് ഞങ്ങൾ സൺസൈഡിൻ്റെ അത്ര ഹൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. അപ്പം അവിടെ കുറച്ച് സൗകര്യക്കുറവ് ഉണ്ടായതുകൊണ്ട് ഇത് ഫസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് രണ്ടും വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടിയിട്ട് ഒരടുക്കളയ്ക്ക് ആക്കിയത്. കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ ഇവിടെ. എപ്പോഴും ഇമ്മാക്ക് കാലുകടച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്, സ്വാഭാവികമാണ്. കാരണം അത്ര അധികം കയറി ഇറങ്ങാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. കാരണം പാത്രങ്ങളൊക്കെ ഈ അടുക്കളയിലാണ് വെക്കുക. അപ്പം അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ കുടിക്കുന്ന വെള്ളം ഒക്കെ ഈ അടുക്കളയിലാകുമ്പോൾ എല്ലാം എടുക്കാൻ ഈ അടുക്കളയ്ക്ക് വരണം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, അങ്ങനെ ഇപ്പോൾ ഇപ്രാവശ്യം ഉപ്പൊക്കെ നാട്ടിൽ വന്ന ഒരു അവസരത്തിൽ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അധികം ആയിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ സ്കൂൾ പൂട്ടിയപ്പോൾ മദ്രസ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്താണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നതൊന്നും പ്രത്യേകിച്ച് നടക്കാറില്ല. ചില കാര്യങ്ങൾ മാത്രമാണ് നടക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്ര അധികം ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ മക്കളെ മദ്രസ ചേർത്തുന്ന ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അടുക്കളൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മോന് ഭയങ്കര വാശിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അവനക്ക് എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് പാപ്പു പാപ്പു എന്ന് ചോദിച്ചിട്ട് ഭയങ്കര വാശിയാണ്. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ കഴുകാൻ നിൽക്കില്ല. അല്ലെങ്കിൽ ഒക്കെ ഇടയ്ക്ക് വലിയ വാശിയൊന്നും ഉണ്ടാവാറില്ല ഇവിടെ വന്നാൽ പ്രത്യേകിച്ച്. കാരണം കളിക്കാൻ ആൾക്കാരുണ്ട്. അനിയത്തിയുടെ കുട്ടികളും 2 ചെക്കന്മാരാണ്. അപ്പോൾ അവരും ഇവനും കൂടിയിട്ട് സെറ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു. അടുക്കള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് അവനങ്ങോട്ട് ഒഴിവാക്കി വിടും കേട്ടോ. നമ്മുടെ പണികൾ നടക്കണ്ടേ. അപ്പോൾ അവരിങ്ങനെ നടന്നിട്ട് മുറ്റത്ത് നടന്നത് കളിച്ചോളും. അപ്പുറത്ത് ഫ്രണ്ടിലും ബാക്കിലും ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ മക്കൾ സേഫായിട്ട് നടന്ന് കളിച്ചോളും കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അവളെ സമപ്രായക്കാരുണ്ടാകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കളിച്ച് നടന്നോളും മക്കൾ. വലിയ വാശിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ അവനെ മുറ്റത്തൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചൺ ഞാൻ അടിച്ചു വാരി തുടച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ടു. അപ്പം അപ്പുറത്തെ വശം അനിയത്തി സിറ്റ് ഔട്ടും സിറ്റ് ഔട്ടും ഹോളും റൂമുകളൊക്കെ അവൾ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ താത്തയും ഞാനും അനിയത്തിയുമാണ് ഉണ്ടായിരുന്നത്. ഇമ്മ ഇവിടെ അല്ല. ഇമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇമ്മാൻ്റെ താത്താരെ വീട്ടിലൊക്കെ പോയിക്കാണ്. അപ്പോൾ ഉമ്മ എങ്ങോട്ടും പോവാറില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് 2 ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഇമ്മല്ലാത്ത 2 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുരിങ്ങയില പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറമ്പിൽ ഇറങ്ങിയപ്പോഴാണ് മത്തങ്ങ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നതിന് അങ്ങനെ മുളച്ച് വന്നതാണ്. പക്ഷെ പറമ്പ് നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുരിങ്ങയില ഒന്ന് അരിയാൻ വേണ്ടിയിട്ട് ഞാനും താത്തയും കൂടിയിട്ട് ഇരുന്നു. താത്ത ഇന്ന് പോവും. കുട്ടികൾക്ക് മദ്രസ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പോവും. ഇനി മദ്രസ പൂട്ടി കഴിഞ്ഞാൽ പിന്നെയും വരും. ഇനി വരുന്ന തിങ്കളാഴ്ച അനിയൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയതാണ്.
അപ്പോൾ കൂട്ടാന് താത്ത വെച്ച് ഞാൻ ഉപ്പേരി ഇട്ട് വേഗം ഇതൊക്കെ മക്കളെ കുളിപ്പിച്ച് എല്ലാവരും കുളിയും കഴിഞ്ഞ് വേഗം തന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. മുരിങ്ങടലക്കറിയും അതേപോലെ നമ്മുടെ കൂർക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ അടിപൊളി മീനച്ചാറ്, മത്തി അച്ചാർ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മത്തി അച്ചാർ ഇവിടെ സ്പെഷ്യലാണ്. പനിയും പോണതിന് പ്രമാണിച്ച് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അവനക്ക് ഫ്ലൈറ്റിൻ്റെ ഇപ്പോൾ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കില്ലേ, ഫ്ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും നീണ്ട കാരണം അച്ചാർ ഇരുന്നിട്ട് ഇതാവണ്ട വെച്ചിട്ട് ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചു. അപ്പോൾ രണ്ടാമത് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളൊക്കെ നല്ല ഉറക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തിരുമ്പാണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടു. ഒരു കട്ടനും കുടിച്ച് സുഖമായിട്ട് അങ്ങനെ ഇരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചായയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ കുറച്ച് നേരം ആലോചിച്ച്, എനിക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് എന്ത് ചെയ്തു, നൈറ്റായി. അപ്പം താത്ത പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തിയും കുട്ടികളും പിന്നെ അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ പിന്നെ. അപ്പോൾ അവൾക്ക് സ്റ്റിച്ചിങ് പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ വീട്ടിൽ എനിക്കാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാം. അപ്പോൾ ഒരനിയത്തി പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ മറ്റോളും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ജസ്റ്റ് വെട്ടാനും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ നല്ല കാറ്റ്, നല്ല കാറ്റും നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളി കാറ്റായിരുന്നു കേട്ടോ മുറ്റത്ത്. നല്ല തണവും. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് വന്നപ്പോഴാണ്, ജസ്റ്റ് എന്താണെന്നറിയില്ല, ഇങ്ങനെ പൊട്ടണ സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട്. അപ്പോൾ പിന്നെ കുറേ ആലോചിച്ചപ്പോഴാണ് വെച്ചാൽ ഇവിടെ അടുത്തൊരു പൂരം നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് എന്ന് പറഞ്ഞത് കേട്ടോ അവള്, അനിയത്തി പറഞ്ഞത്. ഞാൻ ഇത് ഭൂമി കുലുങ്ങുകയാണോ, ഇടി വെട്ടല്ല എന്തായാലും, പക്ഷെ ഇതെന്താ അങ്ങനെ മുഴക്കം എന്ന് മനസ്സിലാവണില്ല. അപ്പോഴാണ് അനിയൻ പൂരത്തിന് പോയത് മനസ്സിലായത്. അപ്പം അങ്ങനെ അത് വെട്ടണേൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഇത് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഫാബ്രിക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവൾക്ക് ജസ്റ്റ് പലാസോ പിന്നെ അതേപോലെ ഇതും വെട്ടാൻ വേണ്ടിയിട്ട് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവൾ സമയം പോലെ ഇരുന്ന് തയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കോഫി ഇട്ടിട്ട് കുടിച്ചു. സിറ്റ് ഔട്ടിൽ ഇരുന്നപ്പോഴത്തേനും മഴയും കാറ്റും ഇതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിട്ടോ, വലിയ കാര്യമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചൂട് കോഫിയും ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് കുടിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.